ഈ ശോമശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ വാണിപ്പറമ്പിലച്ചൻ. ഞാൻ ഇറ്റലിയിലെ അസീസിയിലാണിപ്പോൾ. ഇന്ന് രാവിലെ ഒരു 3 മണിക്ക് പോകുന്നതാണ്. 4 ദിവസത്തെ ഒരു പ്രോഗ്രാമാണ്. ഇവിടെ ഒരു മഠത്തിൻ്റെ, കന്യാസ്ത്രീ മഠത്തിൻ്റെ അവരുടെ ഒരു ഗസ്റ്റിന് താമസിക്കാനുള്ള സ്ഥലമാണ്. എൻ്റെ കൂടെ 40 പേരുണ്ട്. ഒരു തീർത്ഥാടനവും ധ്യാനവുമായിട്ട് വന്നിരിക്കുകയാണ്. ഹോം ഫോർ ദ ഹോംലെസ്, അതായത് വീടില്ലാത്തവർക്ക് വീട്, അങ്ങനെയുള്ളൊരു പദ്ധതിയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഇൻവൈറ്റ്സും പിന്നെ അവരുടെ ആനിമേറ്റേഴ്സും എല്ലാം കൂടി അവരുടെ ഒരു ധ്യാനമാണ് 4 ദിവസത്തെ ഇവിടെ വെച്ച് അസീസിയിൽ, ഇറ്റലിയിലെ അസീസിയിൽ. ഞാൻ പറയാൻ വന്നത് മൗണ്ട് സെൻറ്റ് തോമസിലെ പുറത്ത് 150 പേര് സത്യവിശ്വാസികൾ സത്യാഗ്രഹത്തിന്, അകത്ത് അതിൻ്റെ കവാടത്തിനകത്ത്, മതിൽക്കെട്ടിനകത്ത് 125 പോലീസുകാർ, മഫ്തിയിലും അല്ലാതെയുമായിട്ട്. അകത്ത് സഭാദിനം ആചരിക്കുമ്പോൾ പുറത്ത് വഞ്ചനാ ദിനം സത്യവിശ്വാസികൾ ആചരിച്ചു. നമ്മുടെ സുറിയാനി സഭയെ വഞ്ചിച്ചവർക്കെതിരെയുള്ള, ചതിച്ചവർക്കെതിരെയുള്ള ഒരു സൂചന സത്യാഗ്രഹം. രാവിലെ 6:30 കാക്കനാട് പള്ളിയിൽ ഏകീകൃത കുർബാന കണ്ടിട്ട് ഈ 150ഓളം പേര് മൗണ്ട് സെൻറ്റ് തോമസിൻ്റെ കവാടത്തിലേക്ക് എത്തി. പേപ്പിൾ പതാകയും കുരിശും മാത്രമാണ് നമ്മൾ കരുതിയത്. അതൊരു സൂചനയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായോട് ചേർന്ന്, മാർപ്പാപ്പയോട് ചേർന്ന് സത്യവിശ്വാസികൾ അവരാണ് പുറത്ത് നിൽക്കുന്നത്. അകത്ത് നിൽക്കുന്നവർ മേജർ ആർച്ച് ബിഷപ്പും പിന്നെ അവരുടെ കൂടെയുള്ള എല്ലാവരും, അവർ ഈ കുരിശിനോടോ മാർപ്പാപ്പയോടോ വേണ്ടത്ര വിധേയത്വം ഇല്ലാത്തവരെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അവർ സഭാദിനം ആചരിക്കുന്ന ദിവസം തന്നെ നമ്മൾ വഞ്ചനാ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. അവർ മാർപ്പാപ്പയും വഞ്ചിക്കുന്നു, കർത്താവിനെ വഞ്ചിക്കുന്നു, സുറിയാനി കത്തോലിക്ക സഭ വഞ്ചിക്കുന്നു. ആർക്ക് വേണ്ടിയെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. പാപ്പാവിരുദ്ധർ, സഭാവിരുദ്ധർ, അവർ നമ്മുടെ സഭാംഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത്രമാത്രം മാർപ്പാപ്പയ്ക്കെതിരെ സംസാരിച്ചിരിക്കുന്ന ജനങ്ങൾ ലോകത്ത് തന്നെ ഉണ്ടാകില്ല. അത് സംസാരിച്ച് അന്ന് തന്നെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്. അതാണ് കാനൻ നിയമം. എല്ലാ കാനൻ നിയമങ്ങളും കാറ്റിൽ പറത്തിയിട്ട് പണം തട്ടിയെടുക്കുന്നു, കട്ടെടുക്കുന്നുവെന്ന് കോടതി പറഞ്ഞ ആൾക്കാരെ, കൂതാശ വിലക്കുള്ള ആൾക്കാരെ, വൈദികരെ ആക്രമിച്ച ആൾക്കാരെ, അരമന കയ്യേറിയ ആൾക്കാരെ, എല്ലാ കാനൻ നിയമങ്ങളും ലംഘിക്കുന്ന ആൾക്കാരെ, അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി സുറിയാനി കത്തോലിക്ക സഭയെ വഞ്ചിച്ച, അതാണ് അകത്തുള്ളവർ, ഈ സഭാദിനം ആഘോഷിക്കുന്നവർ. അവിടെ നിന്നിട്ട് ശരിക്കും സഭയുടെ കുർബാനയാണ് അർപ്പിക്കപ്പെട്ടത്. അതിനുള്ള സംവിധാനം അവിടെ ഇല്ലേ? അല്ലെങ്കിൽ എത്രയോ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ബസിലിക്കകളും പള്ളികളും ഉണ്ട്. അവിടെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ശരിക്കും സുറിയാനി കത്തോലിക്ക സഭയുടെ തലവൻ എന്ന് പറയുന്ന ആള് സുറിയാനി കത്തോലിക്കനല്ല. സുറിയാനി കത്തോലിക്ക സഭയുടെ തലവൻ എന്ന് പറയുന്ന ആൾ സുറിയാനി കത്തോലിക്കനല്ല. അപ്പം അതൊരു വഞ്ചനയാണ്. അങ്ങനെ ഈ നമ്മൾ ശരിക്കും വഞ്ചിക്കുകയാണ്. അതാണ് നമ്മൾ ശരിക്കും സത്യത്തിൽ അവിടെ പ്രകടിപ്പിച്ചത്. കുരിശും ഈ പേപ്പിൾ പതാകയും കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഒന്ന് കർത്താവിനോട് കൂടെ, മറ്റൊന്ന് മാർപ്പാപ്പയോട് കൂടെ. അങ്ങനെ നമ്മൾ നിൽക്കുകയാണ്. അത് അകത്തുള്ളവർക്കൊരു സൂചനയാണ്. ഈ മൗണ്ട് തോമസിനകത്ത് 125 പോലീസുകാർ, ഞാൻ പറഞ്ഞില്ല, മഫ്തിയിലും അല്ലാതെയും. ഈ ഒരു വിശ്വാസിക്ക് ഒരു പോലീസ് എന്ന കണക്കിലാണ് പോലീസുകാർ. ഒരു വിശ്വാസിക്ക് ഒരു പോലീസ്. കഴിഞ്ഞ ദിവസം റിന്യൂവൽ സെന്ററിൽ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. വൈദിക യോഗത്തിന് 78,000 രൂപയാണ് അന്ന് ഈ പോലീസ് സംരക്ഷണത്തിന് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് എടുത്തു കൊടുത്തത്. 78,000 രൂപ. പിന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വന്ന ചിലവുകൾ നമ്മൾ പറയണ്ടല്ലോ, കാര്യമില്ലല്ലോ. പോലീസും സർക്കാരും ഇപ്പോൾ കുറേയൊക്കെ സഭയുടെ പണം കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറയാം. സഭാവിശ്വാസികളെ സഭാ നേതൃത്വം എത്രമാത്രം പേടിക്കുന്നുവെന്ന് വ്യക്തമാക്കിയ സംഗതിയാണ് ഈ പോലീസുകാരുടെ സാന്നിധ്യം. പോലീസിനെ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആവശ്യമെന്ന പോലീസിനെ വിളിക്കണം എന്ന് തന്നെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. പക്ഷേ ഈ 100-150 പേരെ നമ്മൾ ഉണ്ടാകുമെന്ന് നമ്മൾ മുൻകൂട്ടി ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്തെങ്കിലും കടുകൈ ചെയ്താലോ എന്ന് പേടിച്ചിട്ടോ എന്താണാവോ, ഏതായാലും അവർ 125 പോലീസുകാരെയാണ് അവിടെ ഏർപ്പെടുത്തിയിരുന്നത്. ഈ സത്യവിശ്വാസികളുടെ മനസ്സോ വികാരമോ പ്രവർത്തന രീതിയോ ഇതുവരെയും തിരിച്ചറിയാത്തവരാണ് സഭാ നേതൃത്വം. സഭാദിനം ആചരിക്കുന്ന ദിനത്തിൽ നമ്മൾ വഞ്ചനാ ദിനമായി ആചരിക്കുമ്പോൾ, സത്യവിശ്വാസികൾ ആചരിക്കുമ്പോൾ നമ്മൾ ഏത് തരത്തിൽ പ്രതികരിക്കാമെന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മുടെ വികാരമോ നമ്മുടെ മനസ്സോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതാണ് അവരുടെ പരാജയം. ഇത് വേറൊരു കാര്യമായിട്ട് തട്ടിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക.
കഴിഞ്ഞ ദിവസം കുന്നപ്പള്ളിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കന്യാസ്ത്രീയുടെ വ്രതവാഗ്ദാനത്തിൻ്റെ ജൂബിലി ആഘോഷിക്കാൻ നേരത്തെ കുട്ടി പറഞ്ഞ് പോലീസിനെ അറിയിച്ച് അങ്ങനെ വേണ്ട എല്ലാ പെർമിഷൻസൊക്കെ എടുത്തിട്ടാണ് അവിടെ ചെയ്തത്. എന്നിട്ട് ഈ സഭയിൽ ഉന്നതൻ പോലീസിൻ്റെ കാവൽ നിർത്തിയൊന്നും അങ്ങനെ ജൂബിലി വേണ്ടെന്നും പറഞ്ഞ് ആ ജൂബിലി ആഘോഷം ആകെ അലങ്കോലമാക്കി. അതേ ഉന്നതനാണ് ഇവിടെ കാര്യങ്ങൾ അലങ്കോലമാകാതിരിക്കാൻ ഈ പോലീസുകാരുടെ സാന്നിധ്യം. അവിടെയാണ് ഇരട്ടത്താപ്പ്. പോലീസിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു കന്യാസ്ത്രീയുടെ ജൂബിലി വ്രതവാഗ്ദാനത്തിൻ്റെ ജൂബിലി അലങ്കോലമാക്കാൻ പോലീസിനോട് പറയുകയും അല്ലെങ്കിൽ പോലീസിന് സഹായം വേണ്ടെന്ന് പറയുകയും ഇവിടെ പോലീസ് സഹായം വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ ഒരു ഇരട്ടത്താപ്പുണ്ട് ഇല്ലേ? കൂതാശ വിലക്കുള്ള അച്ഛന്മാരെ ഇറക്കിവിടാൻ പോലീസ് സഹായം തേടില്ല, മണവാളനെ ഇറക്കിവിടാൻ പോലീസ് സഹായം തേടില്ല. എന്നാൽ അനധികൃതമായി വൈദിക സമിതി കൂടാനും ആലോചന സമിതി കൂടാനും വൈദിക യോഗം കൂടാനും പോലീസിനെ വിളിക്കുകയും കാശ് കൊടുക്കുകയും ചെയ്യും. ഈ ഇരട്ടത്താപ്പില്ലേ, സഭാംഗത്തിന്റെ ഇരട്ടത്താപ്പ്, നിങ്ങൾ എത്ര നാള് ഈ ഇരട്ടത്താപ്പുമായി കർത്താവിന് മുമ്പിൽ നിൽക്കും? നിങ്ങൾക്ക് എത്ര നാളെങ്കിലും നിൽക്കാൻ കഴിയും? ഇത്രമാത്രം നിങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിക്കുന്ന ഈ സഭാ നേതൃത്വത്തിന് എത്ര നാളെ കർത്താവിന്റെ മുമ്പിൽ ഇതുപോലെ നിൽക്കാൻ കഴിയും? ഇനി ഇങ്ങനെ പോലീസ് ഏർപ്പാടിൽ നിങ്ങൾ എത്ര നാൾ പോകുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. സിനഡ് വരികയല്ലേ? സത്യവിശ്വാസികൾ എവിടെ എങ്ങനെ ഏത് സമയത്ത് പ്രതികരിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. മെത്രാന്മാരുടെ സിനഡ് വരുന്നുണ്ട് ഓഗസ്റ്റില്. നിങ്ങൾ മര്യാദയ്ക്കല്ല തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ എവിടെ എങ്ങനെ ഏത് സമയത്ത് ഏത് തരത്തിൽ പ്രതികരിക്കണമെന്ന് സഭാവിശ്വാസികൾ തീരുമാനിക്കും. ഞങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടവരാണ് നിങ്ങൾ. നിങ്ങൾ അഴകുഴമ്പൻ രീതിയിൽ പോയാൽ അത് ശരിയാകില്ല. സുറിയാനി കത്തോലിക്ക സഭ മെത്രാന്മാരുടെ തറവാട്ട് സ്വത്തല്ല, അത് ദൈവജനത്തിന്റെ തറവാട്ട് സ്വത്താണ്. അതുകൊണ്ട് സുറിയാനി കത്തോലിക്ക സഭയെ നശിപ്പിക്കാനായിട്ട് ആര് കൂട്ടുനിന്നാലും അതിനെ ഞങ്ങൾ എതിർത്തിരിക്കും. അത് ഞങ്ങൾ കർത്താവിന് കൊടുത്തിരിക്കുന്ന വാക്കാണ്, കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. ഇതിലൊരു സംശയം ആർക്കും വേണ്ട. മാണിപ്പർമനെ ഇല്ലാതാക്കിയാൽ ഈ പ്രശ്നം തീരും എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ അത് നടക്കില്ല. എന്നെ കൊന്നാൽ അതിന്റെ സ്ഥാനത്ത് എന്നെ പോലെ 1000 പേരെ വരിക. എന്നെ കൊന്നാൽ അതിന്റെ സ്ഥാനത്ത് 1000 പേരാണ് വരിക. അതുകൊണ്ട് എന്നെ അവസാനിപ്പിക്കാം എന്നൊക്കെ ഇന്നലെ അവിടെ ചർച്ചയുണ്ടായി. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം ഇല്ലേ, അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകുമോ? പിന്നെ എനിക്കെതിരെ കുറെ ഈ മോശം വീഡിയോ എന്ന് പറഞ്ഞിട്ടൊക്കെ, മോശം വീഡിയോ ഞാൻ കണ്ടില്ല, ഈ ഒരു ഡാൻസ് കളിക്കുന്നത്. പിന്നെ ഞാൻ കുർബാനയിൽ കർത്താവ് എങ്ങനെയാണ് അന്ത്യത്താഴത്തിൽ ഇരുന്നത്, ഇങ്ങനെ ചാരി കിടന്നാണ് ഇരുന്നത്, അത് കാണിച്ചത്. പിന്നെ എൻ്റെ കൂടെ പാത്മോസ് ദ്വീപിൽ പോയ ഒരു സംഘത്തിൻ്റെ കൂടെ ഞാൻ ഇരിക്കുന്നത്. ഇവിടെ ഞാൻ ഈ അസീസിൽ ഒരുപാട് തീർത്ഥാടകരുണ്ട്, അവരുടെ കൂടെ അച്ഛന്മാരുണ്ട്. അവരെല്ലാം ബർമയുടെ ടീഷർട്ടാണ്, കാരണം ഇവിടെ 34-40 ഡിഗ്രി ചൂടാണ്. അപ്പം ഞാനിങ്ങനെ ഈ ഫുൾ ഷർട്ട് ഇടുമ്പോൾ അവർ പറഞ്ഞ, അച്ഛൻ എന്ത് വട്ടായി കാണിക്കുന്നത്, ഇവിടെ ആരും ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ അച്ഛൻ? നിങ്ങൾ ഫോട്ടോ എടുത്തായിട്ട് ഇല്ലേ, ആരെങ്കിലൊക്കെ നമ്മൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ കൂടെ നിന്നായിട്ട് ഫോട്ടോ എടുക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് അവർ ഫേസ്ബുക്കിലേക്ക് ഇടും. അതൊക്കെ നിങ്ങൾ തെരഞ്ഞു പിടിച്ചിട്ട് ഇതെല്ലാം അച്ഛൻ്റെ ലീലാവിലാസങ്ങൾ എന്നും പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഞരമ്പ് രോഗം എന്നല്ലാതെ ഞാൻ എന്താ പറയണേ? അവരുടെ കൂടെ അല്ലേ, അവരുടെ കൂടെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു കല്യാണത്തിന് ആഘോഷത്തിന് പോയാൽ പോലും അവരെ ഡാൻസിൽ പങ്കെടുക്കാൻ അച്ഛന്മാരെ വിളിക്കും. ഞാൻ മാത്രമല്ല, ഇവിടുത്തെ അച്ഛന്മാരൊക്കെ ഡാൻസിലൊക്കെ പങ്കെടുക്കും. അത് ഇവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഞാൻ 2003 മുതൽ വിദേശ രാജ്യങ്ങളിലാണ് കൂടുതൽ. അപ്പോൾ അവിടുത്തെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക. ഇന്ത്യയിൽ തൊടാൻ പാടില്ല, അങ്ങനെ ഒളിഞ്ഞു നോക്കാൻ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ നമുക്ക് ഇവരോട് പറയാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂത്രങ്ങൾ ചെയ്തിട്ടൊന്നും ഒരു വിശേഷവും ഇല്ല. അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് നേടാൻ കഴിയില്ല. കർത്താവിന് പ്രതിയാണ്, കർത്താവിന് വേണ്ടിയാണ്, കർത്താവ് ഏൽപ്പിച്ച കാര്യമാണ് ഞാനും എൻ്റെ കൂടെയുള്ളവരും ചെയ്യുന്നത്. നിങ്ങൾ എനിക്കെതിരെ മാത്രമല്ല, ഈ സമരരംഗത്തുള്ള എത്രയോ പേർക്ക് വരെ നിങ്ങൾ കള്ളക്കേസ് കൊടുത്തിരിക്കുന്നു. അവർ തോറ്റ് പിൻവാങ്ങിയോ? അപ്പം എനിക്കെതിരെ കേസ് കൊടുത്താലും എൻ്റെ കൂടെയുള്ളവർക്കെതിരെ കേസ് കൊടുത്താലും ഞങ്ങൾ മരണം വരെ ഈ സുറിയാനി കത്തോലിക്ക സഭയെ രക്ഷിക്കാനുള്ള നിയോഗം ഞങ്ങളെ കർത്താവ് ഏൽപ്പിച്ചതാണ്. അത് ഞങ്ങൾ ചെയ്തിരിക്കും. നിങ്ങൾ എങ്ങനെയൊക്കെ നാണം കെടുത്താൻ നോക്കിയാലും, എങ്ങനെയൊക്കെ വ്യക്തിഗതം നടത്തിയാലും, എങ്ങനെയൊക്കെ ഇനിയിപ്പം ഫിസിക്കലായിട്ട് നിങ്ങൾ കൊന്നാൽ പോലും ഞങ്ങളുടെ ഈ സമരം മറ്റു മുന്നോട്ട് പോകും. മാർപ്പാപ്പയും പൗരത്വ തിരുസംഘവും ഞങ്ങൾക്ക് കൽപ്പിച്ച് നൽകിയ സഭയുടെ കുർബാനയിൽ വെള്ളം ചേർക്കാൻ സുറിയാനി മെത്രാന്മാർ ഒറ്റക്കെട്ടായി നിന്നാലും
ഞങ്ങളത് സമ്മതിച്ചു തരില്ല. ഇത് നിങ്ങൾ അറിയിക്കുകയാണ്. ഇക്കാര്യം പരസ്യമായി അറിയിച്ചുകൊണ്ട് മത്തായി മുതിരന്തി സാറ് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. വളരെ ശക്തമായ സന്ദേശമായിരുന്നു എല്ലാവരും നൽകിയത്. ജോസഫ് എബ്രാഹം, ആന്റണി പുതുശ്ശേരി, ടെൻസൺ പുളിക്കൽ, വിൽസൺ വടക്കംചേരി, കുര്യാക്കോസ് പഴയമഠം, ജോസഫ് അമ്പലത്തിങ്കൽ, ടോം ജോസഫ്, മരിയ സേവർ, ജോയ്സ് സെബാസ്റ്റ്യൻ എന്നിവരെല്ലാം പ്രസംഗിച്ചു. എല്ലാവരും ഊന്നിയത് ചില പ്രധാനപ്പെട്ട പോയിന്റുകളിലാണ്. ഒന്ന്, സഭാവിരുദ്ധർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന തട്ടിലും പാമ്പ്ളാനെയും രാജിവെക്കണം. അതാണ് ഒന്നാമത്തെ ഡിമാൻഡ്. അല്ലെങ്കിൽ മാർപ്പാപ്പ ഇവരെ പുറത്താക്കണം. 3, സീറോ മലബാർ സഭയുടെ സ്വയംഭരണ അവകാശം തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയോ എടുത്തു കളയുകയോ വേണം. കാരണം ഈ സ്വയംഭരണാവകാശം നടത്താനുള്ള പ്രാപ്തിയുള്ള ഒരു നേതൃത്വം ഇപ്പം ഇല്ല. പിന്നെ അത് കാരണം സൽഭരണത്തിന് പകരമല്ല സ്വദേശി ഭരണം. സൽഭരണമല്ല ഇപ്പൊ നടക്കുന്നത്. അപ്പൊ സ്വദേശി ഭരണമാണെന്ന് കരുതിയിട്ട് സൽഭരണത്തിന് പകരമാകില്ല അത്. പിന്നെ സീറോ മലബാർ സഭയുടെ കാര്യങ്ങൾ നേരെയാകുന്നത് വരെ വത്തിക്കാന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വരണം. പിന്നെ മെത്രാന്മാരുടെ നിയമനത്തിൽ കാണിക്കുന്ന സ്വജന പക്ഷപാതം അത് അവസാനിപ്പിക്കാൻ വത്തിക്കാൻ നടപടികൾ എടുക്കണം. സുറിയാനി സഭയെ സ്നേഹിക്കാത്തവർ ഈ സഭയിൽ മെത്രാന്മാരായി വേണ്ട. ഇത്തരം കാര്യങ്ങളാണ് ഈ പ്രസംഗിച്ചവരെല്ലാം ശക്തമായി ഉന്നയിച്ചത്. അത് ലോകത്തെ മുഴുവൻ അറിയിക്കാനായിട്ട് ഞാനത് ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ ആവർത്തിക്കുകയാണ്. ഈ സമരം എന്ന് പറയുന്നത് സുറിയാനി കത്തോലിക്ക സഭ, പൗരസ്ത്യ സുറിയാനി എന്ന് പറയുന്ന കൽദായ കത്തോലിക്ക സഭ, അതിൻ്റെ വീണ്ടെടുക്കേണ്ട പാരമ്പര്യങ്ങളെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമരമുറയാണ്. അത് കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ആ കാര്യങ്ങളാണ് ഈ പ്രസംഗിച്ചവരൊക്കെ വ്യക്തമാക്കിയത്. ഇത് വേണ്ടപ്പെട്ടവരൊക്കെ അറിയിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.